പുറത്തുള്ള സ്മെല്ല് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറി വരുന്നതിന്റെ സെയിം സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ സെയിം രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈന്റ് കൊണ്ടാണ് പുറത്തുള്ള സ്മെല്ല് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറി വരുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം പലരും മിക്കവാറും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിരിക്കും. അതായത് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്തുണ്ടാകുന്ന സൗണ്ട്, അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സൗണ്ട് വാഹനത്തിനകത്തോട്ട് കയറി വരുന്നുണ്ട്. എത്ര പേർക്ക് ഈ പറയുന്ന ഒരു കംപ്ലൈന്റ് ഫീൽ ചെയ്തിട്ടുണ്ട്? അതായത് നമ്മൾ വാഹനം സാധാരണ രീതിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എഞ്ചിന്റെ ആ ഒരു നോയ്സ് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറി വരും. അതായത് ക്യാബിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പണ്ടൊന്നും ഇങ്ങനെ സൗണ്ട് ഇല്ലായിരുന്നു, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സൗണ്ട് വരാൻ തുടങ്ങി. എന്തായിരിക്കും കാരണം? ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഈ വാഹനത്തിന്റെ ബോണറ്റ് ഞാൻ എല്ലാവർക്കും തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ എഞ്ചിൻ സൈഡ് ഫുള്ള് കവേർഡ് ആണ്. അതായത് ഈ പോർഷൻസ് ഒക്കെ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഡാമ്പിംഗ് ഷീറ്റ്സ് പോലെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും ഇവിടെ ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഓരോ ഭാഗത്തോട്ടും ഓരോ കാര്യങ്ങൾ ചെല്ലുന്നത് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് വയേഴ്സ് കയറി പോകുന്നത് ഇവിടെ നിന്നകത്തോട്ട് കയറി പോകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഡെമ്മി ഹോൾസും ക്ലച്ചിന്റെ കേബിൾ കയറി പോകാനും ഒക്കെയുള്ള പാത്തുണ്ട്. ഇവിടെ എല്ലാം ഈ കൊടുത്തിരിക്കുന്ന പാസേജുകൾ, അതായത് ചെറിയ ചെറിയ പാസേജുകൾ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടായിരുന്നു. ആ കാണുന്ന പാസേജും കാര്യങ്ങളൊക്കെ കൺസീൽഡ് ആണ്, റബ്ബർ വെച്ച് സീൽ ചെയ്തിട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ആക്സസറീസോ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ക്യാപ്പ് അഴിച്ചിട്ട് ക്യാപ്പിന്റെ ഇടയ്ക്കൂടെ കയറ്റി അങ്ങ് വിടും. അന്നേരം എന്നാ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഇടയ്ക്കൂടെ കയറ്റി വിടുന്ന സമയത്ത് എയർ പാസേജ് വരും, അതായത് പുറത്തുള്ള എയർ അകത്തോട്ട് കയറും, അതുവഴി സ്മെല്ല് കയറും. ഈ പറഞ്ഞൊരു കംപ്ലൈന്റ്, ഇതൊരു കംപ്ലൈന്റും കൂടെയാണ്. അതായത് ഒരു വാഹനം നമ്മൾ ചിലപ്പം എവിടെയെങ്കിലും തീ കത്തിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലുള്ള സ്ഥലത്തൂടെ ഒക്കെ പോകുന്ന സമയത്ത് പുറത്തുള്ള സ്മെല്ല് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറി വരുന്നതിന്റെ സെയിം സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ സെയിം രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈന്റ് കൊണ്ടാണ് പുറത്തുള്ള സ്മെല്ല് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറി വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആ വയർ അതിലേക്ക് ഏറ്റി വിട്ടു. അന്നേരം അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു കൺസീൽഡ് ആയിട്ട് ഇരുന്ന ഒരു പോർഷൻ പെട്ടെന്ന് ഓപ്പൺ ആയി. അതായത് സീൽഡ് ആയിട്ട് ഇരുന്ന ഒരു പോർഷൻ പെട്ടെന്ന് ഓപ്പൺ ആയി. അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മുടെ വാഹനം സ്റ്റാർട്ടായി നിൽക്കുന്ന സമയത്ത് ഇതിലെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു നോയ്സ്, അല്ലെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ ആണെങ്കിൽ പോലും അത് ആ പോർഷൻ വഴി അകത്തോട്ട് ചെല്ലും. അങ്ങനെയാണ് നമ്മുടെ വാഹനത്തിനകത്ത് കൂടുതലും നമ്മൾ വാഹനം റേസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സൗണ്ട് നമ്മുടെ ക്യാബിനകത്തോട്ട് കയറി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു അഡീഷണൽ ഫിറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ സൗണ്ട് വരുന്നതെങ്കിൽ ഉറപ്പിക്കുക, അതിലെന്തോ ചെയ്തതിൽ വയറെടുത്തതിന്റെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പ് കറക്റ്റ് ആയിട്ട് ഇരിക്കാത്തതിന്റെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ സീൽഡ് ആയിട്ട് ഇരിക്കുന്ന പോർഷൻ സീൽഡ് അല്ലാതെ വരുമ്പോഴത്തേക്കുമാണ് ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഭാവിയിൽ അതിനകത്തൂടെ പൊടിയും കാര്യങ്ങളൊക്കെ കയറി പിന്നെ ആ സീല് ചിലപ്പം കറക്റ്റ് ആയിട്ട് സീറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് പോലും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.